ഞങ്ങൾ സോണാർമാർഗ് ലക്ഷ്യമാക്കി പുറപ്പെട്ടു. വഴിയുടെ ഇരുവശത്തും മനോഹരമായ കാഴ്ചകൾ. കെട്ടിടങ്ങളുടെ ഭംഗി ഒന്ന് വേറെ തന്നെ. പ്രത്യേക രീതിയിലുള്ള മേൽക്കൂരകളും ജനലുകളും വാതിലുകളും പിടിപ്പിച്ച അതിമനോഹരമായ കാശ്മീർ വില്ലേജുകളും വീടുകളും അതിമനോഹരം കാഴ്ചയ്ക്ക്. കെട്ടിടങ്ങളുടെ ധാടിയും മോടിയും ഭംഗിയും ഒന്ന് വേറെ തന്നെ. കൺസ്ട്രക്ഷനിലുമുണ്ട് വ്യത്യാസം. ഒരു ആപ്പിൾ മരമെങ്കിലും പൂത്തു നിൽക്കാത്ത മുറ്റമില്ല. അങ്ങനെ ഞങ്ങൾ പതിയെ മുന്നോട്ട് നീങ്ങി. ഇരുവശത്തും ആപ്പിൾ ചെടികൾ നിറയെ പൂത്തുലഞ്ഞു നിൽക്കുന്നു. സീസണായില്ല, കായായിട്ടില്ല. ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നത് മൊത്തം വഴിയോര കാഴ്ചകളും കാശ്മീരിൻ്റെ വില്ലേജുകളും അർബൻ ഏരിയകളും താമസ സ്ഥലങ്ങളും കെട്ടിടങ്ങളും കടകളും ഒക്കെയാണ്. ഒരു ജംഗ്ഷൻ ഞങ്ങൾ കടക്കുകയാണ്. അവിടെ കാശ്മീരിലെ ഷോപ്പുകൾ, മാളുകൾ എന്നിവ കാണാം. ഈ മഞ്ഞ നിറത്തിൽ കാണുന്നത് കാശ്മീരിലെ കടുക് കൃഷിയാണ്. കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന കടുക് കൃഷി. നല്ല മഞ്ഞ നിറത്തിൽ പൂത്തുലഞ്ഞ് സ്വർണ്ണവർണ്ണമായി നിലകൊള്ളുന്ന നിലകൊള്ളുന്ന കടുക് പാടങ്ങൾ അതിമനോഹരമായ ദൃശ്യവിരുന്നൊരുക്കി. അതുപോലെ മരങ്ങൾക്കും ചെടികൾക്കും ഉണ്ട് പ്രത്യേക ഭംഗി. നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ പ്ലാവോ വാഴയോ തെങ്ങോ ഉൾപ്പെടുന്ന വലിയ ഇലകളുള്ള ചെടികളൊന്നും അവിടെ ദൃശ്യമായില്ല. എല്ലാം ചെറിയ ചെറിയ ഇലകളുള്ള ചെറിയ ഇലകളോട് കൂടിയ വൻമരങ്ങൾ. അങ്ങനെ ഞങ്ങൾ അടുത്തൊരു ജംഗ്ഷനിലെത്തി. ആ ജംഗ്ഷനിലെയും കുറച്ച് കടകളും ഒക്കെ അടങ്ങുന്ന ചെറിയ ഒരു ജംഗ്ഷൻ. പക്ഷെ കെട്ടിടങ്ങളുടെ ഭംഗി അപാരം തന്നെ. നല്ല ശില്പവൈദഗ്ധ്യമുള്ള ബിൽഡേഴ്സ് നിർമ്മിച്ച മനോഹരമായ വീടുകൾ. എല്ലാ മേൽക്കൂരയും ചരിഞ്ഞ് ഷീറ്റിട്ട് ചരിച്ച രീതിയിലുള്ള മാതൃകയിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. വീണ്ടും കാർഷിക സമ്പന്നമായ പാടങ്ങളിലൂടെ കടുക് മണി വയലേലകളിലൂടെ കാശ്മീരിൻ്റെ ഭംഗി ആസ്വദിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയി. അകലെയായി മലനിരകൾ ദൃശ്യമായി തുടങ്ങി. ഈ മലനിരകളെല്ലാം വകഞ്ഞു മാറ്റി ഈ കടുക് പാടങ്ങളെല്ലാം കടന്ന് വീണ്ടും നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ പർവ്വതങ്ങളുടെ മുകളിൽ വെള്ളി ചാർത്തിയതുപോലെ, വെള്ളി പൂശിയതുപോലെ ദൃശ്യമായി തുടങ്ങി. ഇടയ്ക്കൊരു ജംഗ്ഷനിൽ നിർത്തി അല്പം ഫ്രൂട്ട്സും വെള്ളവും റെസ്റ്റും ഒക്കെ ഇവിടെ നിന്ന് സംഘടിപ്പിച്ച് വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. ഒരു കാശ്മീരി കട, ഫുട്പാത്ത് കട എങ്ങനെ ഉണ്ട് എന്നുള്ളത് നടന്ന് കണ്ട് മനസ്സിലാക്കി. നമ്മുടെ നാട്ടിലേതുപോലെ തന്നെ വെജിറ്റബിൾസ്, പഴം, തണ്ണിമത്തൻ, പൈനാപ്പിൾ, സവാള, ഉരുളക്കിഴങ്ങ്, അങ്ങനെ
ആ ജംഗ്ഷൻ ഞങ്ങൾ പിന്നിട്ടു. സ്വന്തമായി മുറ്റം ക്ലീൻ ചെയ്യുന്ന ഒരു കാശ്മീരി യുവാവിനെയും കാണാൻ കഴിഞ്ഞു. അകലെയായി പർവ്വതനിരകൾ നമുക്ക് കാണാം. ഈ പർവ്വതനിരകളുടെ അങ്ങ് അരികിൽ എവിടെയോ ചെന്നെത്തിയാണ് നമ്മൾ സോനാമാർഗ് ദർശിക്കുന്നത്. വളരെ അകലെ കുറേശ്ശെ വെള്ളിമേഘങ്ങൾ നമുക്ക് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി നമുക്ക് മഞ്ഞുപാളികളാൽ മൂടപ്പെട്ട പർവ്വതനിരകൾ ദൃശ്യമായി തുടങ്ങി. ഇങ്ങനെ കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത് പ്രകൃതി ഭംഗി ആസ്വദിച്ച് പൂത്തുലഞ്ഞ കടുകുപാടങ്ങളുടെ വശ്യത നുകർന്ന് അവയുടെ ലാസ്യം പരത്തുന്ന മണം, ഹൃദ്യമായ മണം ആസ്വദിച്ച് കെട്ടിടങ്ങളും പുൽമേടുകളും പുൽത്തകിടികളും വില്ലേജുകളും ഗ്രാമങ്ങളും കുടിലുകളും കശ്മീരിൻ്റെ ദൈനംദിന ജീവിത രീതികളും കണ്ട് വിവിധ നിലവാരത്തിലുള്ള ജീവിതം, സംസ്കാരം, പാർപ്പിടം തുടങ്ങിയവ മനസ്സിലാക്കി ഞങ്ങൾ വീണ്ടും മുൻപോട്ട് യാത്ര തുടർന്നുകൊണ്ടിരുന്നു. അങ്ങ് അകലെയായി പർവ്വതത്തിന് മുകളിൽ കുറേശ്ശെ മഞ്ഞുപാളികൾ പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് കാണാം. കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമ, നല്ല തണുപ്പ്, അരിച്ചു കയറുന്ന തണുപ്പ്, കൈവെള്ളകളൊക്കെ തരിക്കുന്ന പോലെ, കൈവിരലുകൾ തരിക്കുന്നത് പോലുള്ള തണുപ്പ് കൂടി കൂടി വരുന്നു. വീണ്ടും ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കുന്നും താഴ്വാരങ്ങളും പിന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് മഞ്ഞുമലകൾ പ്രത്യക്ഷപ്പെട്ടു. മഞ്ഞുമലകൾക്ക് മീതെ മേഘക്കൂമ്പാരങ്ങൾ വരവറിയിച്ച് ഞങ്ങളുടെ യാത്ര, സോനാമാർഗിലേക്കുള്ള യാത്ര അങ്ങനെ പുരോഗമിക്കുന്നു. ഇനിയും ഏറെ ദൂരം യാത്ര ചെയ്യാനുണ്ട്. അത് സോനാമാർഗിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് കാണാം. അപ്പോൾ ഈ യാത്രയിലെ മറ്റൊരു സവിശേഷത, സോനാമാർഗിൽ നിന്ന് അനന്തനാഗ് ജില്ലയിലെ അമർനാഥ് ഗുഹാക്ഷേത്രത്തിലേക്ക് പോകാനുള്ള വഴി കൂടിയാണിത്. ആ വിവരണം കേട്ടപ്പോൾ എന്തെന്നില്ലാത്തൊരു അനുഭൂതിയായിരുന്നു. നമ്മുടെ നാട്ടിൽ നിൽക്കുമ്പോൾ അമർനാഥ് ഗുഹയെന്നും അമർനാഥ് തീർത്ഥാടനമെന്നും കേട്ടറിവേ ഉള്ളൂ. ഇപ്പോൾ ഇതാ ഞാനും ആ സഞ്ചാരപാതയിലെത്തിയിരിക്കുന്നു. അനുഗ്രഹം തന്നെ. കാശ്മീർ താഴ്വരയിലെ ബൃഹത്തായ ഹിമാനികളായ കൊൽഹോയ് ഹിമാനി, മച്ചോയ് ഹിമാനി എന്നിവയും 5000 മീറ്ററിലധികം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കൊടുമുടികളായ സിർബാൽ പീക്ക്, കൊൽഹോയ് പീക്ക്, അമർനാഥ് പീക്ക്, മക്കോയ് പീക്ക് എന്നിവ സോനാമാർഗിൻ്റെ സമീപത്താണ്. ചരിത്ര പ്രാധാന്യമുള്ള സോനാമാർഗ് ജിൽഗിറ്റിനൊപ്പം കാശ്മീരിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന പുരാതന സിൽക്ക് റോഡിലെ ഒരു കവാടം കൂടിയായിരുന്നു.
കശ്മീർ താഴ്വരയിൽ 2730 മീറ്റർ ഉയരത്തിലാണ് ഈ ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. വേനൽക്കാലത്ത് പൂക്കുന്ന ആൽപൈൻ പുൽമേടുകളും മത്സ്യങ്ങളാൽ നിറഞ്ഞ നദികളും തടാകങ്ങളും ചേർന്ന് ജമ്മു കാശ്മീരിലെ പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് സോണാമാർഗ്. ശ്രേഷ്ഠമായ മനോഹരമായ നിർമ്മിതികളാൽ അലങ്കൃതമായ വീടുകളും പിന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് മഞ്ഞുമലകൾ നിറഞ്ഞ പർവ്വതങ്ങൾ ദൃശ്യമാവുകയും ഒളിഞ്ഞും തെളിഞ്ഞും സഞ്ചാരികളെ മാടി വിളിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മുഖം കാണിക്കുന്ന മഞ്ഞ് പാളികൾ കൊണ്ട് അലങ്കൃതമായ ഹിമസാനുക്കൾ, ഹിമാലയ താഴ്വരകൾ കൗതുകത്തോടെ ഞങ്ങൾ നോക്കിയിരുന്നു. അങ്ങ് തെക്ക് കേരളത്തിൻ്റെ തീരങ്ങളിൽ നിന്ന്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിന്ന് കടന്നു വന്ന ഞങ്ങൾ ഇന്ന് ഹിമവാന്റെ സാനുക്കളിൽ നിന്ന് ഹിമവാന്റെ തലപ്പത്ത് ചൂടിയിരിക്കുന്ന മഞ്ഞുമലകൾ അഭ്രപാളികളിൽ കാണുന്നു. എന്തൊരു വിരോധാഭാസം! സോനാമാർഗ് അതാ നമ്മുടെ കൺമുമ്പിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഈ വഴിയുടെ പ്രത്യേകത, ഇത് അമർനാഥ് ഗുഹാക്ഷേത്രത്തിലേക്കുള്ള വഴി കൂടിയാണ്. സൈഡിലൂടെ ഒരു പുഴ ഒഴുകുന്നത് നമുക്ക് കാണാം. അത് സിന്ധ് നദിയാണ്. നിറയെ മത്സ്യസമ്പത്തുള്ള, പുഴമീനുകൊണ്ട് നിറഞ്ഞ സിന്ധ് നദി. ഇനി ഈ മലനിരകളിൽ നിന്ന് വെള്ള നിറത്തിൽ താഴേക്ക് വെള്ളച്ചായമടിച്ചതുപോലെ കാണുന്നത് മഞ്ഞ് പാളികൾ അടർന്നടർന്ന് ഊർന്നു വന്ന് വെള്ളത്തിൽ മുട്ടി നിൽക്കുന്നതാണ്. മുകളിൽ ഈ മഞ്ഞുപാളികളും അടിയിൽ നോക്കിയാൽ അതിൽ നിന്ന് ഊറി വരുന്ന, കുത്തി ഒഴുകി വരുന്ന ജലവുമാണ്. വളരെ മനോഹരമായ കാഴ്ച. ഈ വെളുപ്പ് നിറത്തിൽ കാണുന്നതെല്ലാം അങ്ങ് പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ഒലിച്ചിറങ്ങി വരുന്ന ഹിമവത്സാനുക്കളിൽ നിന്ന് താഴേക്ക് പതിഞ്ഞിറങ്ങി വരുന്ന മഞ്ഞുമലകളാണ്. അവ സിന്ധു നദിയെ ഫലഭൂയിഷ്ടമാക്കുന്നു. സിന്ധു നദി ഒഴുകി കാശ്മീരിനെ ഫലഭൂയിഷ്ടമാക്കുന്നു. കാശ്മീരിലെ മത്സ്യസമ്പത്ത്, ഈ നദിയിൽ വെള്ളവും കാശ്മീരിൻ്റെ ഭൂപ്രകൃതിയും അനുഗ്രഹം തന്നെ. കുറേശ്ശെ നമ്മൾ മഞ്ഞുമലകൾക്ക് അടുത്തേക്ക് എത്തിക്കൊണ്ടേയിരുന്നു. ഒപ്പം കൊടും തണുപ്പ്. എടുത്താണേ ഓരോന്നോരോന്നങ്ങ് എടുത്താണേ കുതിരസവാരി നടത്താം. രണ്ടാർക്കും കൂടി ഒരു
ട്രക്കിങ്ങിനുള്ള സൗകര്യം ധാരാളമുണ്ട്. കുതിരസവാരി നടത്താം. അമർനാഥ് ബേസ് ക്യാമ്പിലെത്തി നമ്മൾ. ഇവിടെ അമർനാഥ് ഹെലിപ്പാഡ് ഇവിടെയാണ് കാണുന്നതാണ്. അമർനാഥ് ഹെലിപ്പാഡ്. അകലെ നിന്ന് സഞ്ചാരികൾ ഈ മഞ്ഞുമലകളിൽ ട്രക്കിങ്ങും സ്കേറ്റിങ്ങും സ്കീയിങ്ങും റൈഡുകളും ആസ്വദിക്കുന്നത് കാണാം. തണുപ്പേൽക്കാത്ത തൊപ്പിയും കവചവും ഷൂസും കോട്ടും സോക്സും എല്ലാം അണിഞ്ഞ് സഞ്ചാരികൾ ഇവിടെ ആസ്വദിക്കുന്നത്, ഇത് ആസ്വദിക്കാനായി എത്തുന്നതും അത് കണ്ടു നിൽക്കുന്നതും വളരെ അനുഭൂതി ഉളവാക്കുന്ന ഒരു സംഭവമാണ്. ഇടതൂർന്ന ശക്തിയായി വളരുന്ന പിരമിഡ് പോലത്തെ മരങ്ങൾക്കിടയിൽ മുകളിൽ നിന്ന് താഴേക്ക് ഒഴുകി നിപതിച്ചു കൊണ്ടിരിക്കുന്ന മഞ്ഞുമലകൾ. ഉയർന്ന ഉയരവും പർവ്വത പ്രദേശങ്ങളും കാരണം സോനാമാർഗിൽ പ്രാദേശികമായി അപൂർവമായ ഈർപ്പമുള്ള ഭൂഖണ്ഡാന്തര കാലാവസ്ഥ അനുഭവപ്പെടുന്നു. ശരാശരി താപനില 5.1 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ഗണ്യമായ മഴയും അനുഭവപ്പെടുന്നു. പ്രതിവർഷം ഏകദേശം 932 മില്ലിമീറ്റർ മഴ പെയ്യുന്നു എന്നാണ് കണക്ക്. ഇവിടെ സ്ഥിരമായ ഒരു ജനവാസ കേന്ദ്രമില്ല. ഹിമാലയത്തിലെ വിശാൻസർ തടാകം, കൃഷൻസർ തടാകം, ഗംഗാബൽ തടാകം, ഹഡ്സർ തടാകം എന്നിവിടങ്ങളിലേക്ക് നയിക്കുന്ന കൊളഹോയ് കൊടുമുടി ട്രെക്കിംഗ് പാതകൾ എന്നിവ സോനാമാർഗ് നൽകുന്നു. ഇവിടുത്തെ പുഴയിൽ സ്നോ ട്രൗട്ട്, ബ്രൗൺ ട്രൗട്ട് എന്നിവയാൽ സമ്പുഷ്ടം. സിന്ധു നദി ഇവിടെ വളഞ്ഞ് പുളഞ്ഞ് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അനർഗളം. ട്രൗട്ട്, മേഴ്സീർ എന്നിവയാൽ സമ്പുഷ്ടമായ മത്സ്യസമ്പത്ത്. അമർനാഥ് ക്ഷേത്രത്തിലേക്കുള്ള യാത്ര സോനാമാർഗിൽ നിന്നും ആരംഭിക്കുന്നു. അങ്ങനെ ഞങ്ങൾ സോനാമാർഗിൽ എത്തിച്ചേർന്നു. അത് കൺമുൻപിൽ സോനാമാർഗ്. ധാരാളം സഞ്ചാരികളെ കൊണ്ടെത്തിച്ചുകൊണ്ട്, വരവറിയിച്ചുകൊണ്ട് കാറും വാഹനങ്ങളും പാർക്കിംഗ്, അതുപോലെ സഞ്ചാരികളുടെ തിരക്ക്. സഞ്ചാരികൾ ആഹ്ലാദിക്കുന്നു, ആഘോഷിക്കുന്നു. വീഡിയോസും റീൽസും എടുക്കുന്ന ബഹളം. ഉള്ളിലേക്ക് പോകുന്തോറും, കാൽനടയായി അകത്തേക്ക് പോകുന്തോറും അവിടെ പലകയിൽ വെച്ച് വലിച്ചുകൊണ്ട് പോകുന്ന ചങ്ങാടം മോഡൽ, പഴയ നമ്മുടെ പാളകളി വലിച്ചുകൊണ്ട് പോകുന്ന റൈഡുകൾ, ബൈക്കിലും മറ്റ് ട്രക്കിംഗ് ഉപകരണങ്ങളിലും കയറി മലമുകളിലേക്ക്, മഞ്ഞിൻ്റെ മുകളിലേക്ക് പോയി തിരിച്ചു വരുന്ന റൈഡുകൾ. ഇതിൽ ഏറ്റവും ആകർഷണം ഇവിടെ റീൽസ് മേക്ക് ചെയ്ത് കൊടുക്കുന്ന ഇവിടുത്തെ ലോക്കൽ പയ്യന്മാരാണ്. ഏത് പ്രായക്കാർക്കും അവരുടെ ഇഷ്ടത്തിന് അനുസരിച്ച്
റീൽസ് മേക്ക് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് ഭംഗിയാക്കി കൈ കൊടുക്കും. അപ്പോൾ അതിന് ക്യാഷ് ചോദിക്കുന്നത് ആദ്യം നല്ല തുക ചോദിക്കും, നമ്മളത് ബാർഗെയിൻ ചെയ്ത് മിനിമൈസ് ചെയ്തെടുക്കും. അത് ഒരു ടീം റീൽസ് എടുത്തു കഴിഞ്ഞു മടങ്ങി വരുന്നു, അടുത്ത ടീമിൻ്റെ റീൽസ്. ഓരോരുത്തരുടെയും മനസ്സിനിണങ്ങിയ വിധം അവരുടെ തൃപ്തിക്കനുസരിച്ച് റീൽസ്. അടുത്ത ജോഡി. മഞ്ഞ് വാരി എറിയാനുള്ള പരിശ്രമമാണ്. ഓക്കെ, മഞ്ഞിപ്പോൾ തലയിൽ കൂടെ തന്നെ വാരി എറിയും. കഴിഞ്ഞു. അടുത്ത പാർട്ടി മഞ്ഞ് വാരി എറിയാനുള്ള പരിശ്രമത്തിലാണ്. മഞ്ഞെറിഞ്ഞ് കളിക്കുന്ന കൊച്ചു കുട്ടികളെ പോലെ മഞ്ഞെറിഞ്ഞ് കളിക്കാൻ നോക്കുക, എന്തൊരു ഉത്സാഹമാണ്. അത് വീണ്ടും വീണ്ടും വാരി എറിഞ്ഞ് മഞ്ഞിൽ കളിക്കുന്ന ഇവിടെ പ്രായം ഒരു പ്രശ്നമല്ല. ഈ മഞ്ഞ് മലകളിൽ വന്നിറങ്ങിയാൽ അത് ആസ്വദിക്കുക തന്നെ, എല്ലാവർക്കും ഒപ്പം അത് ആസ്വദിക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും ലക്ഷ്യം. വളരെ ചാരിതാർത്ഥ്യത്തോടെ, വളരെ സന്തോഷത്തോടെ കിട്ടിയ സന്ദർഭം എല്ലാ സഞ്ചാരികളും പരമാവധി ഉപയോഗപ്പെടുത്തി. ഞാനും വാരി എറിഞ്ഞു കുറേയൊക്കെ മഞ്ഞ കഷ്ണങ്ങൾ. ഈ മഞ്ഞിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ചവിട്ടി നടക്കുമ്പോൾ അത് തുള വീണതുപോലെ കാണുന്നില്ലേ, കാലതിനകത്തിറങ്ങിപ്പോകും. സോഫ്റ്റായിട്ട് ഇരിക്കുകയാണ്. പാളികൾ കുറച്ചൊന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. സൂക്ഷിച്ചില്ലെങ്കിൽ തെന്നി വീഴും. കാല് ഇതിനകത്ത് വലിയ കുഴികൾ പോലെ രൂപപ്പെട്ടതിനകത്ത് കാലിറങ്ങിപ്പോകും. സ്ലൈഡ് ചെയ്യും. സ്ലൈഡിങ്ങിന് പറ്റിയ സർഫസാണ്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള റൈഡുകളാണ് ഇവിടെ കൂടുതലുള്ളത്. ഇത് സിന്ധു നദി. ധാരാളം മത്സ്യസമ്പത്തുമായി, ഹിമാലയ സാനുക്കളിലെ മഞ്ഞുരുകിയ ജലസമ്പത്തുമായി, കാശ്മീരിന് അനുഗ്രഹമായി സിന്ധു നദി. സോനാമാർഗിലെ ചില റൈഡുകൾ ഇവിടെ പരിചയപ്പെടാം. ഇങ്ങനെ കാല് നീട്ടിവെച്ച് വള്ളി പിടിക്കാനുള്ള, വീണു പോകാതെയുള്ള പിടിക്കാനുള്ള സ്ട്രാപ്പും കൊടുത്ത് ഒരാളിതുപോലെ വലിച്ചുകൊണ്ട് പോകും. അപ്പം ഞങ്ങൾക്ക് അധിക ദൂരം പോകണ്ട, ഞങ്ങളുടെ പ്രായം മാനിച്ച് ഒരു സാമ്പിൾ മതിയെന്ന് പറഞ്ഞതുകൊണ്ട് ചെറിയ ദൂരം കറക്കി തിരിച്ചു വന്നു. എന്നാലും ഞങ്ങൾക്കും സോണാമാർഗിൽ ചെന്ന് റൈഡുകൾ ആസ്വദിച്ചു എന്ന് അഭിമാനിക്കാം. ചെറിയ ദൂരമേ കയറിപ്പോയുള്ളൂ. കാരണം അത്രയ്ക്ക് അതിശൈത്യവും തരിച്ച് കൈയും വിരളും ഒക്കെ തരിച്ച് കയറുന്ന തണുപ്പുമാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നീട് ഈ കാണുന്ന മോട്ടോർ ബൈക്കിലാണ് കയറിയത്. ഇത് 1000 രൂപ 800 രൂപയൊക്കെ പെർ ഹെഡ് ഫീസുള്ളതാണ്. ഇതിനകത്ത് 2 പേർക്ക് കയറിയിരിക്കാം. ഇത് ഡ്രൈവ് ചെയ്ത് മഞ്ഞിൻ്റെ ഏറ്റവും മേളിൽ വരെ പോയി തിരിച്ചതുപോലെ ഇറങ്ങി വരുന്ന
അത്രയും സമയത്തേക്കാണ് ഇതിൻ്റെ 800 രൂപ ഒരു റൊട്ടേഷൻ പൂർത്തിയാക്കാൻ. അത് ഒരു ടീം പോകുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ ആരോഗ്യവും പ്രായവും ഒക്കെ പരിഗണിച്ച് ഒരു ചെറിയ ട്രിപ്പ് ഇവിടെ ഒന്ന് കറക്കിയാൽ മതി എന്നുള്ള ഒരു അഭിപ്രായത്തിൽ ഞങ്ങളൊരു ചെറിയ ട്രിപ്പ് എടുത്തു. അങ്ങനെ റൈഡുകളും ആസ്വദിച്ച് ടൂറിസ്റ്റുകളുടെ കളി ചിരികളും തമാശകളും കണ്ട് ഞങ്ങൾ സോണാമാർഗ് അവസാനിപ്പിച്ചു.